السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. الجنة تحت أقدام الأمهات نبينا محمد رسول الله صلى الله عليه وسلم. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഉമ്മമാർക്കുള്ള മഹത്വത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഉമ്മയുടെ പാദം കാലിനടിയിലാണ് സ്വർഗം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എത്രമാത്രം അതിലേക്ക് ബഹുമാനവും ആദരവുമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ചരിത്രം പറയാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ഉമ്മാക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ബഹുമാനവും ആദരവും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ വരെ കാരണക്കാര് നമ്മളുടെ മാതാപിതാക്കളാണ്. നമ്മൾക്കറിയാം, അജബൽ ലിഹാസ ശാബ്, ഒരു യുവാവിനെ കുറിച്ച് വളരെ അത്ഭുതപ്പെടുകയാണ്. ആരാണ് യുവാവ്? അദ്ദേഹം മരണമാസന്നമായിരിക്കുകയാണ്. പഴയ കാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മരണമാസന്നമായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിന്റെ അടുക്കൽ എന്നുള്ള കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഒന്നും അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് അദ്ദേഹം ഒഴിയുന്നില്ല. ഈ സമയങ്ങളിലാണ് കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികൾക്ക് വളരെ വേദനയുണ്ടായത്. എന്തുകൊണ്ട് ഇദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നില്ല? മരണമാസന്നമായിരിക്കുകയാണല്ലോ. എന്ന് മാത്രമല്ല, സ്വഹാബിയും, അദ്ദേഹം ഒരു സ്വഹാബിയാണ്. നല്ലോണം നിസ്കാരം നിർവഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ നല്ലോണം നോമനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു. നല്ലോണം ദാനധർമ്മങ്ങൾ നൽകുകയും അതുപോലെ തന്നെ ഒരുപാട് നന്മയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന ഒരു സ്വഹാബിയായിരുന്നു. പിന്നെന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ കലിമത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തിരുവാക്ക് പറയുന്നില്ല എന്ന വേദനയോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന അമ്മാർ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു, ഈ മൂന്ന് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോയിക്കൊണ്ട് കംപ്ലൈന്റ് പറയുകയാണ്, അല്ലയോ നബിയെ, ഈ സ്വഹാബി മരണമാസന്നമായിരിക്കുകയാണ്, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച ചോദ്യം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ, പ്രായമേറിയിരിക്കുന്ന ഒരു ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികളെല്ലാം ആ പ്രായമേറിയിരിക്കുന്ന ഉമ്മയെ വിളിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നതായ സമയത്ത് പ്രായമേറിയിരിക്കുന്ന ഉമ്മയോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് ചോദിക്കുകയാണ്, എന്താണ് അവന്റെ അവസ്ഥ എന്ന്. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, അദ്ദേഹം നല്ലോണം നിസ്കാരം നിർവഹിക്കുന്ന വ്യക്തിയാണ്, നോമ്പനുഷ്ഠിക്കുകയാണ്, സ്വതക്കകൾ നൽകുകയാണ്, നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു നല്ല വ്യക്തി തന്നെയാണ്. വീണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങളും ഈ മകനുമായിട്ട് എങ്ങനെയാണ് സ്വഭാവ രീതികളിൽ, പെരുമാറ്റത്തിൽ നല്ല പെരുമാറ്റത്തിലാണോ എന്ന് ചോദിക്കുന്ന സമയത്താണ് അവിടുന്ന് ഉമ്മ പറഞ്ഞത്, അന സ്വാഹിബുൻ അലൈഹി, ഞാൻ അദ്ദേഹത്തിനോട് പിണക്കത്തിലാണ് എന്ന് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിനോട് കോപത്തിലാണ് എന്ന് പറഞ്ഞു. അത് എന്തേ കാരണം? അദ്ദേഹത്തിന്റെ ഭാര്യയെ കൂടുതൽ പരിഗണിക്കുകയും എന്നെ കൂടുതൽ പരിഗണിക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ ഞാനും അദ്ദേഹം പിണക്കത്തിലായി എന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മയുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കാത്തതിന്റെ കാരണം കൊണ്ട് തന്നെ ഉമ്മയുടെ മനസ്സങ്ങ് വേദനിച്ചു പോയി. ഈ ഉമ്മയുടെ പിണക്കം കാരണം കൊണ്ടാണ് ആ മകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിക്കാത്തത്. മരണമാസന്നമായ സമയത്ത് ഈമാനോട് കൂടി മരിക്കാൻ സാധിക്കുകയില്ല, ഉമ്മയോട് പിണങ്ങി നിൽക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഉമ്മയുടെ പൊരുത്തവും അവിടുത്തെ സംതൃപ്തിയുമാണ് നമ്മളുടെ വിജയത്തിലേക്ക് കാരണമെന്ന് ഈ ഒരു ചരിത്രത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചത്, അവിടെ ഉണ്ടായിരുന്ന വിറകുകളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂട്ടും, അദ്ദേഹത്തിനെ നമ്മളൊക്കെ കത്തിച്ച് കളയാം. കാരണം അദ്ദേഹം ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടാണ് മരണപ്പെടുന്നത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മയുടെ മനസ്സങ്ങ് വേദനിച്ചു എന്ന് മാത്രമല്ല, ഞാൻ ഗർഭം ധരിച്ചുകൊണ്ട് പ്രസവിച്ച എൻ്റെ മകനെ എൻ്റെ കൺമുമ്പിൽ തന്നെ കത്തിച്ച് കരിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഉമ്മയുടെ മനസ്സങ്ങ് മാറിപ്പോവുകയാണ്. ഉമ്മയുടെ മനസ്സ് മാറിയെന്ന് മാത്രമല്ല, ഉടനെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് ഉമ്മ പറയുകയാണ്,
യാ റസൂലല്ലാഹു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്നി ഉശ്ഹിദുല്ലാഹ തആല വ മലായികത, തീർച്ചയായിട്ടും ഞാൻ അള്ളാഹുവിനെയും മലക്കുകളെയും സാക്ഷി നിർത്തിക്കൊണ്ട് വമൻ ഹളറനി മിനൽ മുസ്ലിമീൻ, ഇവിടെ മുസ്ലിമീങ്ങളിൽ നിന്ന് ഹാജരായിരിക്കുന്ന ആളുകളൊക്കെയും മുൻനിർത്തിക്കൊണ്ട് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. അൻവലദി അൽഖമാർ റളിയല്ലാഹു അൻഹു ഖദ് റദീതു അൻവലദി, എൻ്റെ മകനിക്ക് ഞാൻ തൃപ്തിപ്പെട്ട് കൊടുത്തിരിക്കുകയാണ്, പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുകയാണ് എന്ന് ആ പ്രായമേറിയിരിക്കുന്ന ഉമ്മ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോഴാണ് ഫാറസൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹി, ആ സമയത്താണ് അൽഖമാ റളിയല്ലാഹു അൻഹു, മരണമാസന്നമായിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് അൽഖമാ റളിയല്ലാഹു അൻഹു. അൽഖമാ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ബിലാൽ മുഅസ്സിൻ റളിയല്ലാഹു അൻഹു അയച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ബിലാൽ മുഅസ്സിൻ റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കിയപ്പോൾ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ തൗഹീദ് ചൊല്ലിക്കൊണ്ട് ഈമാനോട് കൂടെ മരണപ്പെടുകയാണ്. എന്റെ കൂട്ടുകാരെ, നമ്മൾ മനസ്സിലാക്കണം, ഉമ്മയുടെ പൊരുത്തമാണ് നമ്മളുടെ ദുനിയാവും ആഖിറവും വിജയിക്കാനുള്ള കാരണമെന്ന് ഈ ഒരു ചരിത്രത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സമയം വരെയും ആ അൽഖമാ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെ നിൽക്കാനുള്ള കാരണം അമ്മയോടുള്ള പിണക്കമാണ്. അതുകൊണ്ട് നമ്മളുടെ മാതാപിതാക്കൾ നമ്മൾക്ക് വേണ്ടി രാത്രിയും പകലും എന്നുള്ള വ്യത്യാസങ്ങളില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട്, ഒരുപാട് അധ്വാനിച്ചുകൊണ്ട് നമ്മൾക്ക് ഭക്ഷണങ്ങൾ നൽകുകയും നമ്മളുടെ എല്ലാ വിധത്തിലുള്ള സുരക്ഷിതത്വം പാലിച്ചുകൊണ്ടാണ് നമ്മളുടെ മാതാപിതാക്കളെ നമ്മളെ പോറ്റി വളർത്തിയിരിക്കുന്നത്. നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി നല്ലോണം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പൊരുത്തമാണ് നമ്മൾക്കുള്ള വിജയമെന്ന് മനസ്സിലാക്കണം. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, റബ്ബി ഫീ റിദൽ വാലിദ്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം നമ്മൾക്ക് കിട്ടുന്നത് നമ്മളുടെ മാതാപിതാക്കളുടെ പൊരുത്തത്തിലൂടെയാണ്. വസഖത്തു റബ്ബി ഫീ സഖത്തിൽ വാലിദ്, അതേപോലെ തന്നെ അല്ലാഹു തആലയുടെ കോപം ലഭിക്കുന്നത് മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും മാതാപിതാക്കളുടെ സംതൃപ്തി നേടാനുള്ള പരിപൂർണമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.